നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കൊരട്ടി ചിറങ്ങരയിൽ വീട്ടിൽ വൻ കവർച്ച. അലമാരിൽ സൂക്ഷിച്ച 35 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ നടത്തുന്ന കടയടപ്പ് സമരം ചൊവ്വാഴ്ച സമാപിക്കും. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ ജില്ലാ സമ്മേളനം ഈ മാസം 10, 11 തീയതികളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കല്ലൂർ പാടം വഴിയിൽ റോഡരികിൽ മാലിന്യങ്ങൾ തള്ളിയ നിലയിൽ. പ്ലാസ്റ്റിക് മാലിന്യം വ്യാപാര സ്ഥാപനങ്ങളിലെ മാലിന്യമടക്കം തള്ളിയ നിലയിൽ. വിശദമായ വാർത്തകളിലേക്ക്. കൊരട്ടി ചിറങ്ങരയിൽ വീട്ടിൽ വൻ കവർച്ച. അലമാരയിൽ സൂക്ഷിച്ച 35 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ചിറങ്ങര സ്വദേശി പ്രകാശന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു മോഷണം. ലോക്കറിലായിരുന്ന സ്വർണം കഴിഞ്ഞ ദിവസമാണ് ഇവർ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഈ സ്വർണമണിഞ്ഞ് ബന്ധുവിന്റെ കല്യാണത്തിന് പോയിരുന്നു. തുടർന്ന് തിരികെ എത്തിയ ശേഷം സ്വർണ്ണാഭരണങ്ങൾ വീട്ടിലെ അലമാരയിൽ സൂക്ഷിക്കുകയായിരുന്നു. ഞായറാഴ്ച രാത്രി പ്രകാശനും ഭാര്യയും ഉറങ്ങിയതിനു ശേഷം തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെ പ്രകാശൻ വെള്ളം കുടിക്കാൻ എണീറ്റപ്പോഴാണ് റൂമിലെ ലൈറ്റ് കത്തിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെ റൂമിലെത്തി പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മുറിയിലെയും അലമാരയിലെയും സാധന സാമഗ്രികളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. ഇതോടെ അലമാര പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മുറിയുടെ ജനൽക്കമ്പികൾ തകർത്താണ് മോഷ്ടാക്കൾ കയറിയിട്ടുള്ളത്. വിവരമറിഞ്ഞ് കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ നടത്തുന്ന കടയടപ്പ് സമരം ചൊവ്വാഴ്ച സമാപിക്കും. വേതന പാക്കേജ് പരിഷ്കരിക്കുക, കിറ്റ് കമ്മീഷൻ വിതരണം ചെയ്യുക, ക്ഷേമനിധി കാര്യക്ഷമമാക്കുക, പൊതുവിതരണ മേഖലയോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികളുടെ സമരം. ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കാൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ മാസത്തെ റേഷൻ വിതരണം ഈ മാസം 5 വരെ നീട്ടിയിരുന്നു. 6-ന് ഇ-പോസ് മെഷീൻ ശരിയാക്കാനായി അവധി നൽകിയിരുന്നു. 7-ാം തീയതി ഞായറാഴ്ചയായതിനാൽ റേഷൻ കടകൾ പ്രവർത്തിച്ചിരുന്നില്ല. 8, 9 തീയതികളിൽ വ്യാപാരികളുടെ സമരം കൂടിയായതോടെ റേഷൻ വിതരണം നടന്നില്ല. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ ജില്ലാ സമ്മേളനം ഈ മാസം 10, 11 തീയതികളിൽ നെല്ലായി, കൊളത്തൂർ, കാവല്ലൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു. 10-ന് രാവിലെ 10-ന് ജില്ലാ പ്രസിഡന്റ് MK പ്രഭാകരൻ പതാക ഉയർത്തുന്നതോടെ സമ്മേളനം ആരംഭിക്കും. പ്രതിനിധി സമ്മേളനം ഓൾ ഇന്ത്യ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റ് A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജനറൽ സെക്രട്ടറി N. ചന്ദ്രൻ, സംസ്ഥാന പ്രസിഡന്റ് NR ബാലൻ, അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് K. കോമളകുമാരി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് R. ചിന്നക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകുന്നേരം 6-ന് ഇന്ത്യ തെരഞ്ഞെടുപ്പിന് ശേഷം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിക്കുന്ന സെമിനാർ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്യും. 17 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള 375 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ KSKTU ജില്ലാ പ്രസിഡന്റ് MK പ്രഭാകരൻ, സംഘാടക സമിതി ചെയർമാൻ PK ശിവരാമൻ, കൺവീനർ KJ ഡിക്സൺ, ട്രഷറർ EK അനൂപ് എന്നിവർ പങ്കെടുത്തു. സമ്മേളനത്തോടനുബന്ധിച്ച് തൃശൂർ ജില്ലാ സമ്മേളനം ജൂലൈ 10, 11, 12 തീയതികളിലായി നെല്ലായിലെ കുളത്തൂര്, കാവല്ലൂർ പാർക്കിൽ ഒരു ദിവസം സെമിനാറും ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. കല്ലൂർ പാടം വഴിയിൽ റോഡരികിൽ മാലിന്യങ്ങൾ തള്ളിയ നിലയിൽ. കല്ലൂർ പാടം വഴിയിലെ വിവിധ ഇടങ്ങളിലാണ് മാലിന്യങ്ങൾ തള്ളുന്നത്. പ്ലാസ്റ്റിക് മാലിന്യം, വ്യാപാര സ്ഥാപനങ്ങളിലെ മാലിന്യമടക്കം ഇവിടെ തള്ളിയ നിലയിലാണ്. ഡയപ്പറുകളും വലിച്ചെറിഞ്ഞ നിലയിലാണ്. പലയിടത്തായി മാലിന്യങ്ങൾ തള്ളിയതോടെ കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ടാവുകയാണ്. ഹരിതകർമ്മസേനയുടെ സേവനങ്ങൾ ഉള്ളപ്പോഴും മാലിന്യങ്ങൾ റോഡരികിൽ തള്ളുന്നവർക്കെതിരെ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുട്ടികൾക്കും മുതിർന്നവർക്കും അണിഞ്ഞൊരുങ്ങുവാൻ അതിനൂതന സംവിധാനങ്ങളുമായി ദി ലുക്ക് ജെൻസ് ബ്യൂട്ടി പാർലർ കല്ലൂർ പാലക്കപ്പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. കേശ സൗന്ദര്യത്തിന് പൊതു ഊർജ്ജം നൽകാൻ ദ ലുക്ക് ജെൻസ് ബ്യൂട്ടി പാർലർ കല്ലൂർ പാലക്കപ്പറമ്പിൽ വട്ടക്കുഴി ഡേവിസി ബിൽഡിംഗിലാണ് ആരംഭിച്ചിരിക്കുന്നത്. പ്രിബനൻ ചുണ്ടേലപ്പറമ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ഒരു ജെൻസ് ബ്യൂട്ടി പാർലർ മിതമായ നിരക്കിൽ സാധാരണക്കാർക്ക് സുതാര്യമായ രീതിയിൽ സേവനം കൊടുക്കുന്ന ഒരു സംരംഭം തുടക്കം കുറിക്കുകയാണ്. ഡി ലുക്ക് എന്ന് പറയുന്ന
ജെൻസ് ബ്യൂട്ടി പാർലർ കല്ലൂർ നായരങ്ങാടിയിലും മണ്ണമ്പട്ടയിലും പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതുപോലെ തന്നെ എല്ലാവിധ സഹകരണവും സഹായവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉദ്ഘാടന വേളയിൽ ജനപ്രതിനിധികളടക്കമുള്ളവർ ആശംസകളുമായി എത്തിച്ചേർന്നു. നമ്മുടെ നാട്ടിലെല്ലാവർക്കും മാതൃകയായിട്ട് നല്ല രീതിയിൽ ബിസിനസ് നടത്താനും നല്ല രീതിയിൽ പൊതുവെ നടത്താനും കഴിയും എന്ന് കാണിച്ചു തന്ന ഈ പ്രമുഖന്റെ ഈ 4ാമത്തെ നായരങ്ങാടിലെ 2 കട, മണ്ണമ്പട്ടൊരു കട ഇവിടെ. അപ്പോൾ 4ാമത്തെ കടയോട് വളരെയധികം നന്നായി വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സുഹൃത്ത് കൃപണൻ്റെ ഈ സംരംഭം ഏറ്റവും ഭംഗിയായും മനോഹരമായും അതിൻ്റെ വളർച്ചയിലും ഉയർച്ചയിലും എന്നും ഒരു കൂട്ടായിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൃപണൻ ഒരു പുതിയ പാത വെട്ടിത്തെളിച്ച് നമുക്കൊരു മാതൃക കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാവുമ്പോൾ ഈ ശ്രേഷ്ഠ സംരംഭത്തിന് എല്ലാ ആശംസകളും നേരുന്നു. പ്രിയ സുഹൃത്ത് കൃപണൻ ആരംഭിച്ചിരിക്കുന്ന ദി ലുക്ക് എന്ന ഈ സ്ഥാപനം ഈ നാടിനെ നല്ല രീതിയിൽ വളരട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. വ്യത്യസ്ത ഹെയർ കട്ടിംഗ്, ഷേവിംഗ്, സ്ട്രൈറ്റനിങ്, ഫേഷ്യൽ, ഹെഡ് മസാജിംഗ്, ഹെയർ കളറിംഗ് തുടങ്ങി ഹെയർ സംബന്ധമായ എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ്. വിവാഹവേളയിൽ പുരുഷന്മാർക്ക് അണിഞ്ഞൊരുങ്ങുവാൻ പ്രത്യേക പാക്കേജുകളും ഒരുക്കിയിട്ടുണ്ട്. കേശാലങ്കാര കലയുടെ വിസ്മയലോകം സൃഷ്ടിക്കാൻ ദ ലുക്ക് ജെൻസ് ബ്യൂട്ടി പാർലർ, കല്ലൂർ പാലയ്ക്കപ്പറമ്പ്. ഫോൺ നമ്പർ 8891111330. മറ്റൊരു ഫോൺ നമ്പർ 9847533258. സഹോദര സ്ഥാപനങ്ങൾ ദ ലുക്ക് ജെൻസ് ബ്യൂട്ടി പാർലർ, കല്ലൂർ നായരങ്ങാടി, ദ ലുക്ക് ജെൻസ് ബ്യൂട്ടി പാർലർ, മണ്ണമ്പേട്ട, സൗപർണിക കളക്ഷൻസ്, കല്ലൂർ നായരങ്ങാടി, സൗപർണിക ഹോം അപ്ലയൻസസ്, കല്ലൂർ നായരങ്ങാടി, സൗപർണിക ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ഓർണമെന്റ്സ്, കല്ലൂർ നായരങ്ങാടി. ആമ്പല്ലൂർ തിയേറ്ററിന്റെ നിർമ്മാണം നിലച്ച സാഹചര്യത്തിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. കെ രാമചന്ദ്രൻ MLA-യുടെ കത്തിനെ തുടർന്നാണ് മന്ത്രി യോഗം വിളിച്ചു ചേർത്തത്. യോഗത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഗോർബഡെ രാജൻ, KFDC ചെയർമാൻ ഷാജി N. കരുൺ, MD ഇൻചാർജ് വിദ്യ, പ്രോജക്ട് മാനേജർ രതീഷ് എന്നിവർ പങ്കെടുത്തു. ഉടൻ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും അല്ലാത്ത പക്ഷം കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി റിസ്ക് ആൻഡ് കോസ്റ്റിൽ ഒഴിവാക്കുന്നതിനും മന്ത്രി നിർദ്ദേശം നൽകി. വേലുപ്പാടം സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ മെറിറ്റ് ഡേയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഡേവിസ് ചെറിയത്ത് അധ്യക്ഷനായി. വാർഡംഗം കലാപ്രിയ സുരേഷ്, PTA പ്രസിഡന്റ് ഷിജോ ഞെരിഞ്ഞാംപിള്ളി, പ്രിൻസിപ്പൽ കിൻസ്മോൾ, പ്രധാന അധ്യാപകൻ ജോഫി C. മഞ്ഞളി, മുൻ പ്രധാന അധ്യാപകൻ VD ജോഷി, ഫാദർ പ്രിജോ വടക്കേത്തല, ബൈജു വാഴക്കാല, അധ്യാപകരായ അഞ്ജു ജോസ്, ജീസ് വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. കല്ലൂർ സെന്റ് റാഫേൽ ഈസ്റ്റ് പള്ളിയിൽ KCYM സംഘടനയുടെ റൂബി ജൂബിലി ആഘോഷിച്ചു. വികാരി ഫാദർ ജോയ് കൊള്ളന്നൂർ, സഹവികാരി ഫാദർ മേജോ മാങ്ങാട്ടിളയൻ, KCYM യൂണിറ്റ് പ്രസിഡന്റ് ഗോഡ്വിൻ K. ബെന്നി എന്നിവർ ദീപം തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. റൂബി ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഇടവകയിലെ നിർധനരായ ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സാ ധനസഹായം നൽകി. കൂടാതെ വാർഷിക പൊതുയോഗവും കലാപരിപാടികളും നടന്നു. KCYM യൂണിറ്റ് സെക്രട്ടറി ലിയോ ഔസേപ്പ്, ട്രഷറർ തോമസ് ഉണ്ണി എന്നിവർ സന്നിഹിതരായി. കൊടകര അഴകം യുവജന സംഘം വായനശാല വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. വായനശാല പ്രസിഡന്റ് K. ബാബുരാജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ കൊടകര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ അധ്യാപകൻ സിദ്ധാർത്ഥൻ ഐനിക്കൽ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കൊടകര ടീച്ചേഴ്സ് സൊസൈറ്റി സെക്രട്ടറി PK ജ്യോതിലക്ഷ്മി,
ബഷീറിന്റെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി സംസാരിച്ചു. അനുസ്മരണ പരിപാടിയിൽ വായനശാല സെക്രട്ടറി PM സുനിൽകുമാർ, വായനശാല കമ്മിറ്റി അംഗം V കുമാരി എന്നിവർ പ്രസംഗിച്ചു. ജൂലൈ 7 വരെ നമ്മൾ വായനാദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിവിധ പരിപാടികൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സമ്മാനദാനം, ഇതിൻ്റെ ഒരു നല്ല രീതിയിലുള്ളൊരു സമാപനം നമുക്ക് നടത്തേണ്ടതായിട്ടുള്ളതുണ്ട്. അതിൻ്റെ നിരന്തരം പല പരിപാടികളും ഇപ്പോൾ നമ്മുടെ വായനശാലയിൽ നടന്നു കഴിഞ്ഞു. പോസ്റ്റർ മത്സരങ്ങൾ, കവിതാരാധന, അങ്ങനെ പല പരിപാടികളും. പുതുക്കാട് താലൂക്ക് ആശുപത്രിയുടെ വികസന കാര്യത്തിൽ അധികൃതർ ഉടൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ബുധനാഴ്ച കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ധർണയും മാർച്ചും നടത്തും. പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരപരിപാടികൾ. ബുധനാഴ്ച രാവിലെ 10 നടക്കുന്ന മാർച്ച് പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് രാജു തലയപ്പറമ്പിൽ അധ്യക്ഷത വഹിക്കും. കൊടകര മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിലെ രോഗബാധിതനായ വിദ്യാർത്ഥി കണ്ണന്റെ അമ്മ സ്വാതി തന്റെ ജീവിത അനുഭവങ്ങളെ ആസ്പദമാക്കി രചിച്ച അണയാത്ത ജ്വാല എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഇതോടനുബന്ധിച്ച് ചേർന്ന സമ്മേളനം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MD ദേവരാജ് അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നടൻ ഇർഷാദ് അലി പുസ്തക പ്രകാശനം നിർവഹിച്ചു. AK സംഗീത് ഏറ്റുവാങ്ങി. വീഡിയോ ആൽബത്തിന്റെ റിലീസിംഗ് സിനിമാ നിർമ്മാതാവ് M രഞ്ജിത്ത് നിർവഹിച്ചു. ചാലക്കുടി AEO PB നിഷ, പ്രധാനാധ്യാപിക PS സീമ, മാനേജർ B സദാനന്ദൻ, സ്റ്റാഫ് സെക്രട്ടറി KV അജയകുമാർ, കൊടകര BPO PV സിന്ധു, ദിനേഷ് പരമേശ്വർ, NV ബിജു, K സനൽ, നീതു ജിനേഷ്, നെൽസൺ പോൾ, VS സ്വാതി എന്നിവർ പ്രസംഗിച്ചു. എങ്ങനെയാണപ്പോൾ നമ്മളിപ്പോൾ സ്ത്രീ സംവരണം ഉള്ളത് കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റായ ഒരുപാട് ആളുകളാണ് ഭൂരിപക്ഷം എന്നാണ്. ചായ്പൻകുഴി SNDP ശാഖയുടെയും വീരഞ്ചിറ വയൽവാരം കുമാരനാശാൻ സമുദായ സെറ്റുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും കുമാരനാശാൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര ISHO M സുജാതൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. TK സന്തോഷ് അധ്യക്ഷത വഹിച്ചു. KC ഇന്ദ്രസേനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സെക്രട്ടറി TK സിജേഷ്, VM ഷാജു, TV അശോകൻ, സരോജിനി, BK വിജയൻ, വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. അതിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. അത് കിട്ടിയത് ആരും അയാൾ പോയി. അയാളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് പിന്നെ മനസ്സിലാവുന്നു. അത് ഒരു നൈമിഷിക സംഭവമായിരിക്കും. അത് കവറിങ് ആയിരിക്കും. അച്ഛനും അമ്മയിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ സഹോദരങ്ങളിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന, സമൂഹത്തിലെ നല്ല ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന ഒരു കവറിങ് അല്ല. മൂന്നുമുറി SNDP ശാഖയിൽ പൊതുയോഗവും SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് ദാനവും നടത്തി. കൊടകര SNDP യൂണിയൻ കൌൺസിലർ നന്ദകുമാർ മലപ്പുറം പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് സുരേഷ് കളപ്പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. കൊടകര SNDP യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് സുമ ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ കൌൺസിലർ പ്രഭാകരൻ മുണ്ടയ്ക്കൽ, മൂന്നുമുറി SNDP ശാഖാ സെക്രട്ടറി വിശ്വനാഥൻ കാട്ടുങ്ങൽ, വൈസ് പ്രസിഡന്റ് രവി ചെമ്പകശ്ശേരി, വനിതാ സംഘം പ്രസിഡന്റ് ഷീല വിപിനചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC വിഭാഗം 2ാം വർഷ NSS വോളണ്ടിയേഴ്സിന് വർഷം 2024 എന്ന പേരിൽ ഓറിയന്റേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് വിജിത ശിവദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. പുതുക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ ലൈഫ് സ്കെയിൽ സെഷനായ സ്വായത്തത്തിലൂടെ വോളണ്ടിയേഴ്സിന് പ്രത്യേക പരിശീലനം നൽകി. ക്യാമ്പിന്റെ തനത് പ്രവർത്തനങ്ങളായ ആരാധ്യം ശ്രമദാനത്തിന്റെ ഭാഗമായി സ്കൂളിന് സമീപത്തുള്ള വീടുകളിൽ പച്ചക്കറി വിത്തുകളും കുടിവെള്ള ശുചീകരണത്തിനായി ബ്ലീച്ചിംഗ് പൗഡറും വിതരണം ചെയ്തു. സ്കൂൾ കുട്ടികൾ ക്യാമ്പസ് വൃത്തിയാക്കി. പുതുക്കാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി കൗൺസിലർ ശ്രീന സുനിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. പ്രിൻസിപ്പൽ KA സംഗീത, NSS പ്രോഗ്രാം ഓഫീസർ പ്രവീണ സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. പൂക്കോട് വട്ടനാത്ര മേടംകുളങ്ങര ക്ഷേത്രത്തിൽ ബുധനാഴ്ച പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കും. ക്ഷേത്രം തന്ത്രിമാരായ വടക്കേടത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരി, തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. രാവിലെ 5:30 ഗണപതി ഹോമം, 6 മുതൽ നവകം പഞ്ചഗവ്യം വിശേഷാൽ പൂജകൾ, 8 ശ്രീഭൂതബലി, 9 എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് 11:30 മുതൽ പ്രസാദ ഊട്ട്,
ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ കൊല്ലേരി ദിവാകരൻ, കീളത്ത് മോഹനൻ, രാംദാസ് കൊല്ലേരി എന്നിവരാണ് നേതൃത്വം നൽകുക. ചെങ്ങാലൂർ വിളക്കപ്പാടി മഹാദേവ ക്ഷേത്രത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി പ്രതിഷ്ഠാ ദിനം നടക്കും. ക്ഷേത്രം തന്ത്രി TS വിജയനാണ് ചടങ്ങിന് കാർമ്മികത്വം വഹിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് ധർമ്മദൈവ ക്ഷേത്ര സംഗമവും പഞ്ചാരിമേളവും നടക്കും. പ്രതിഷ്ഠാ ദിനമായ വെള്ളിയാഴ്ച മഹാഗണപതി ഹോമവും ഉച്ചപൂജയും ശ്രീഭൂത ബലിയും നടക്കും. അന്നദാനമുണ്ടായിരിക്കും. സാധുജന സേവന അംബേദ്കർ ചാരിറ്റബിൾ സൊസൈറ്റി കേരളയുടെ 17ാം വാർഷിക പൊതുയോഗത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. PA നാരായണനെ സംസ്ഥാന പ്രസിഡന്റായും സുരേഷ് കുന്നപ്പിള്ളിയെ ജനറൽ സെക്രട്ടറിയായും തിലകൻ കുന്നുമലിനെ ഖജാൻജിയായും തിരഞ്ഞെടുത്തു. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. ഈ വർഷത്തെ മുണ്ടകൻ പുഞ്ച കൃഷിക്കായി നാഷണൽ സീഡ്സ് കോർപ്പറേഷനിൽ നിന്നും നെൽവിത്ത് ആവശ്യമുള്ള പാടശേഖരങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ കൃഷിഭവൻ മുഖാന്തരം അപേക്ഷ നൽകണമെന്ന് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ഉമ, ജ്യോതി, മനുരത്ന എന്നീ നെൽവിത്തിനങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. SRC കമ്മ്യൂണിറ്റി കോളേജിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് +2 അഥവാ തത്തുല്യ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും SRC ഓഫീസിൽ ലഭിക്കും. അവസാന തീയതി ജൂലൈ 20. ഫോൺ നമ്പർ 9846033001. സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ഫിഷർ വുമൺ ജില്ലാ ഓഫീസിൽ ഓഫീസ് അസിസ്റ്റന്റിനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ഇംഗ്ലീഷ് മലയാളം ടൈപ്പ് റൈറ്റിംഗിൽ ഉള്ള പരിജ്ഞാനവും യോഗ്യതയാണ്. താൽപര്യമുള്ളവർ ജൂലൈ 15 നോഡൽ ഓഫീസർ, സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ഓഫ് ഫിഷർ വുമൺ, റീജിയണൽ ഷ്രിം ഹാച്ചറി, അഴീക്കോട്, കൊടുങ്ങല്ലൂർ, തൃശൂർ 6806 എന്ന വിലാസത്തിൽ അപേക്ഷിക്കുക. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9745470331. മദ്രാസ് റെജിമെന്റിലെ വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കുമായി ജൂലൈ 25 രാവിലെ 10 ജില്ലാ സൈനിക ക്ഷേമ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ബോധവൽക്കരണ സെമിനാറും പ്രശ്ന പരിഹാര അദാലത്തും നടത്തും. മദ്രാസ് റെജിമെന്റിലെ എല്ലാ വിമുക്ത ഭടന്മാരും അവരുടെ ആശ്രിതരും പങ്കെടുക്കണമെന്ന് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 0477238437. ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 6745 രൂപ, പവന് 53,960 രൂപ. പുതുക്കാട്, കാഞ്ഞൂർ, പുതുശ്ശേരി തെക്കുംപുറം ജോസ് ഭാര്യ മാഗി അന്തരിച്ചു. 74 വയസ്സ്. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 പുതുക്കാട് സെന്റ് ആന്റണീസ് പള്ളിയിൽ. സിസ്റ്റർ വിമല, പ്രിയ, സിസ്റ്റർ അമല എന്നിവർ മക്കളും ജോസ് കൂവേലി മരുമകനുമാണ്. മുപ്ലിയം മുത്തുമല മരോട്ടിക്കുന്നൻ ചന്ദ്രൻ ഭാര്യ ലളിത അന്തരിച്ചു. 56 വയസ്സ്. സംസ്കാരം നടത്തി. ചിന്തുലാലാണ് മകൻ. ചെങ്ങാലൂർ സ്നേഹപുരം പല്ലിശ്ശേരി വേലായുധൻ മകൻ അനിൽകുമാർ അന്തരിച്ചു. 46 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മുപ്ലിയം കുഞ്ഞക്കര വട്ടോലിപ്പറമ്പിൽ ബാലകൃഷ്ണൻ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മുൻ പഞ്ചായത്ത് അംഗം ഗിരിജയാണ് ഭാര്യ. സിന്ധു, കവിത, സ്മിത എന്നിവർ മക്കളും ബാബു, ശശി, ഷീൻ എന്നിവർ മരുമക്കളുമാണ്. സിസ്റ്റർ ബോൾവിൻ കണ്ണത്ത് അന്തരിച്ചു. 82 വയസ്സായിരുന്നു. പുതുക്കാട് ഐനിക്കൽ കണ്ണത്ത് അന്തോണിയുടെയും കൊച്ചുമറിയത്തിന്റെയും മകളാണ്. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കൊരട്ടി ചിറങ്ങരയിൽ വീട്ടിൽ വൻ കവർച്ച. അലമാരിൽ സൂക്ഷിച്ച 35 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ നടത്തുന്ന കടയടപ്പ് സമരം ചൊവ്വാഴ്ച സമാപിക്കും. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ ജില്ലാ സമ്മേളനം ഈ മാസം 10, 11 തീയതികളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കല്ലൂർ പാടം വഴിയിൽ റോഡരികിൽ മാലിന്യങ്ങൾ തള്ളിയ നിലയിൽ. പ്ലാസ്റ്റിക് മാലിന്യം വ്യാപാര സ്ഥാപനങ്ങളിലെ മാലിന്യമടക്കം തള്ളിയ നിലയിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.